ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരളൻ ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. ജോലി കഴിഞ്ഞ് നേരത്തെ വീട്ടിലെത്തിയ ചേട്ടന് ഒരു ബോധോദയം. ലുലുമാളിൽ പോയാലോ? 50% ഓഫർ സെയിൽ നടക്കുകയല്ലേ. എങ്ങനെ പോകും? കാറിൽ പോകുകയാണെങ്കിൽ 8ന്റെ പണി പോലെ ട്രാഫിക് ബ്ലോക്ക് കിട്ടും. പിന്നീടുള്ള ഒരു മാർഗം മെട്രോയാണ്. മെട്രോ പിടിച്ചാൽ നേരെ ലുലുമാളിലേക്ക് എത്താം. മാധവിനും കിങ്ങിണിക്കും ഡബിൾ സന്തോഷമാണ്. ട്യൂഷൻ കട്ട് ചെയ്താണ് ഞങ്ങൾ ഈ യാത്രയ്ക്ക് പുറപ്പെട്ടത്. വണ്ടിയിൽ കയറുമ്പോഴേ ലുലുമാളിലേക്കുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിരുന്നു. എന്നാൽ ട്രോളിയിലേക്ക് സാധനങ്ങൾ പിറക്കിയിട്ടത് മുഴുവനും ചേട്ടനായിരുന്നു. ഞങ്ങളുടെ ഇടയിലെ പരമമായ രഹസ്യം ഇതാണ്: ഞാനൊന്നും എടുക്കാതിരുന്നാൽ ചേട്ടൻ എടുത്തോളും. വേണ്ടതും വേണ്ടാത്തതും എല്ലാം ചേട്ടൻ എടുക്കും. എന്നിട്ട് എന്നെ നോക്കും, ചിരിക്കും. ഞാൻ ഹാപ്പിയാണോ എന്നറിയാനാണ്. എന്നാൽ ആ സമയം എക്സ്പ്രഷൻസ് ഒന്നും ഇടാതെ ഞാൻ പിടിച്ചു നിൽക്കുന്നതാണ് വലിയ കാര്യം. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് മെട്രോയിലെത്തി. ഇടപ്പള്ളിയിലേക്ക് നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ സീറ്റൊന്നും കിട്ടിയില്ല. മെട്രോ യാത്ര ഇടയ്ക്കല്ലേ നടത്താറുള്ളൂ. അതുകൊണ്ട് തന്നെ നിന്നു പോകുന്നതും ഒരു രസമാണ്. എല്ലാവരും ഇടപ്പള്ളിയിലേക്ക് തന്നെ. പുറത്തേക്ക് തലയെത്തി നോക്കി. എത്ര ആളുകൾ, എത്ര പ്രശ്നങ്ങൾ. എല്ലാവരും എന്തിനോ വേണ്ടിയുള്ള അലച്ചിലാണ്. എന്തിനോ വേണ്ടിയല്ല, സന്തോഷം കണ്ടെത്തുന്നതിനാണ് എല്ലാവരും അലയുന്നത്. ഞങ്ങളും അങ്ങനെ ഞങ്ങളുടെ കൊച്ചു സന്തോഷത്തിലേക്കുള്ള യാത്രയാണ്. ഡെസ്റ്റിനേഷൻ ലുലുമാൾ. മെട്രോ സ്റ്റേഷനിൽ കയറിൽ നിർമ്മിച്ച ഒരു ആനയെ കൗതുകത്തോടെ കിങ്ങിണി നോക്കി. എനിക്കും ഇതിനെ ഇഷ്ടമായ അമ്മ എന്ന് പറഞ്ഞ് മാധവും ഓടിയെത്തി. അങ്ങനെ ഞങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഗൈഡ് കം ടാക്സി ഡ്രൈവർ മുന്നിലൂടെ നടന്നു. എവിടെ പോയാലും ഇത് തന്നെ സ്ഥിതി. ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുകയുള്ളൂ. ഇന്ന് യൂട്യൂബ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കുറച്ച് സ്പോട്ടുകളുണ്ട് പുള്ളിയുടെ ഉള്ളിൽ. അതൊക്കെ ഞങ്ങളെ കാണിക്കണം. ഉറുമ്പ് വരിയായി പോകുന്നത് പോലെ ഞങ്ങളെല്ലാം ചേട്ടന്റെ പിന്നാലെ നടന്നു. വീഡിയോ എടുക്കാനൊന്നും എനിക്ക് തീരെ സാവകാശം കിട്ടുന്നേ ഇല്ല. എന്നാൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഇതിനകത്ത് ആളുകളെല്ലാം വളരെ കുറവാണല്ലോ. പിന്നീടാണ് എനിക്ക് അതിന്റെ കുട്ടൻസ് പിടികിട്ടിയത്. ലുലു കണക്റ്റിലും ഹൈപ്പർ മാർക്കറ്റിലുമെല്ലാം കാല് കുത്താൻ പറ്റാത്ത വിധം തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തി. ലുലു കണക്റ്റിൽ എന്തിനാണ് ഇവിടെ കയറുന്നതെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പലതിനും ഓഫറുകൾ ഉണ്ടായിരുന്നെങ്കിലും ആവശ്യമുള്ളിടത്തേക്ക് മാത്രമാണ് ചേട്ടൻ പോയത്. ഫസ്റ്റ് വൺ AC. അത് കഴിഞ്ഞ ആഴ്ച വന്ന് നോക്കിയ സെയിം പ്രൈസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ പലതും നോക്കി. അങ്ങനെ എൻ്റെ മിക്സിയുടെ കാര്യത്തിനും തീരുമാനമാക്കി. ബോഷിൻ്റെ മിക്സി വാങ്ങിച്ചു. 6550 രൂപ. ഓൺലൈനിലും ഈ പ്രൈസ് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം വാങ്ങി ഇറങ്ങി. മിക്സിയും JBL ഹെഡ്സെറ്റും എനിക്ക് കിട്ടിയ സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ ഞാൻ അധികമൊന്നും അവിടെ തിരയാൻ നടന്നില്ല. വാങ്ങിയ സാധനങ്ങൾ പുറത്ത് കൗണ്ടറിൽ സൂക്ഷിക്കാനുള്ള സംവിധാനവും അവിടെയുണ്ട്. ബില്ലിങ്ങിന്റെ നീണ്ട ക്യൂ കഴിഞ്ഞപ്പോഴേക്കും വിശപ്പിന്റെ വിളി വന്നു. സ്വന്തമായി ഓർഡർ ചെയ്യാനുള്ള സംവിധാനവും ഉണ്ട് അവിടെ. അവിടെ നിന്ന് നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. സാധനങ്ങളെല്ലാം വാങ്ങി. 10:20 നേരെ മെട്രോ സ്റ്റേഷനിലെത്തി. മെട്രോ പിടിച്ചു വീട്ടിലേക്ക്. കിങ്ങിണിക്ക് വേണ്ട മിഠായിയും ന്യൂട്ടെല്ലയും എല്ലാം വാങ്ങി. അതിൻ്റെ ഹാപ്പിയാണ് അവൾക്ക്. ഞങ്ങളെല്ലാം ഹാപ്പി. മെട്രോ സ്റ്റേഷനിൽ നിന്നും കാറെടുത്തു. തിരികെ വീട്ടിലേക്ക് യാത്ര. സമയം 10:30 വിശപ്പിൻ്റെ വിളി നേരത്തെ എത്തിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ചീസ് ബർഗർ വാങ്ങി. പാഴ്സലായാണ് വാങ്ങിയത്. പിള്ളേരെല്ലാം കാറിൽ തന്നെ ഇരുന്നു. ബർഗർ വാങ്ങിയ സന്തോഷം അതൊരു കിസ്സായി എനിക്ക് കിട്ടി. അങ്ങനെ അവോക്കാഡോ ഷേക്കിന് വേണ്ടി സൈഡ് വലിവുള്ള 2 പേര് ഇറങ്ങി. ഞാനും മാധവും. കിങ്ങിണിക്കും ചേട്ടനും അത്ര പ്രിയം പോരാ ഇതിനോട്. അവരുടെ ടൈം കളയണ്ടെന്ന് കരുതി ഞങ്ങളത് പാഴ്സൽ വാങ്ങി. അവിടെയും കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. എന്നാൽ ഷെയ്ക്കിന് വേണ്ടിയല്ലേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ചേട്ടൻ വണ്ടിയെല്ലാം ഒതുക്കിയിട്ടു. ഇത് രണ്ടും ഞങ്ങളുടെ വണ്ടിയാണ്. ചേട്ടൻ ട്രാവൽ ഏജൻസി നടത്തുകയാണ്. ബാക്കിയുള്ള വണ്ടികൾ ഓട്ടം പോയിരിക്കുകയാണ്. വണ്ടി ഒതുക്കി സാധനങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ വീട്ടിലെത്തി. ഡിന്നറിന് ബർഗറും ഷേക്കും. ശുഭയാത്ര, സുഖനിദ്ര. ഗുഡ് നൈറ്റ്.